ഹലോ, ഈ ഡെക്കറേഷൻ ക്രാഫ്റ്റിന് നമ്മൾ എടുത്തിരുന്നത് ഇതുപോലെ നൂൽക്കമ്പി, ഇത്ര അല്പം കട്ടിയുള്ള നൂൽക്കമ്പിയാണ് കേട്ടോ. എന്നാൽ വളച്ചാൽ വളയും. ഇത് 14 ഇഞ്ച്. അപ്പോൾ ഹോൾഡ് ചെയ്ത് 28 ഇഞ്ചിനെ ഹോൾഡ് ചെയ്തിട്ട് 14 ഇഞ്ച്. ഇത് ഹോൾഡ് ചെയ്ത വശം, ഇത് എൻ്റെ ഈ വശം, ഈ വശത്ത് നമ്മളൊന്ന് വളച്ച് വെക്കുക. ഇത് വളച്ച് വെച്ചിരിക്കുക. ഇവിടെയാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങുന്നത്. അതിന് എൻ്റെ A4 ഷീറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ നീളത്തിൽ ഇന്നത് 3ആയിട്ട് മടക്കി വയ്ക്കുന്നത് കേട്ടോ. മടക്കി വയ്ക്കുക. കട്ട് ചെയ്തത് ഇതുപോലത്തെ നീളത്തിൽ 3 കഷ്ണം കിട്ടി. വീതിയല്ല, നീളത്തിൽ 3 കഷ്ണം കിട്ടി. അതിനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഹോൾഡ് വെച്ച് വശത്താണ് കേട്ടോ നമ്മളിവിടെ വരച്ചെടുത്തേക്കാണ്. ഞാൻ വരച്ചെടുക്കാതെ വേണേൽ നമുക്ക് ചെയ്യാം. അതിന് ടെക്സ്റ്റൈൽ പെയിൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് പെൻ ഉപയോഗിക്കാം. നമുക്ക് ലൈൻ തെറ്റാതിട്ട് ഇങ്ങനെ വയ്ക്കാതെ നമ്മുടെ ആരുടെ ഇഷ്ടം അതുള്ള വരച്ചെടുക്കാം. ഹോൾഡ് വശത്ത് ഞാൻ ബ്രഷ് പെൻ ഉപയോഗിച്ചത് ഇങ്ങനെ മോൾ ഭാഗം റോസ്, നടുക്ക് ഒരു ബ്ലൂ, പിന്നെ നടുക്ക് യെല്ലോ, ഇങ്ങനെ 2 വശത്ത് ഇതുപോലെ വരച്ചിട്ടിന് ഹോൾഡ് വശത്ത് കളർ ചെയ്തെടുത്തേക്കാണ്. 2 വശവും 2 കഷ്ണവും ഇതുപോലെ തന്നെ ബ്രഷ് പെൻ കൊണ്ട് കളർ ചെയ്ത് ഓരോരുത്തർ ഇഷ്ടം കളർ ചെയ്യാം. അതിനുശേഷം കളർ ചെയ്യാത്ത വശം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിൽ മടക്കും. ഞാൻ ഇങ്ങനെ 4ആക്കി മടക്കിയിട്ട് ഈ വശത്താണ് നമ്മൾ ഹോൾഡ് ചെയ്ത വശത്ത് മാത്രമേ വെട്ടാം. ഈ വശത്ത് വെട്ടി തുറന്നിരിക്കുന്ന വശത്ത് വെട്ടാൻ പാടില്ല. അപ്പോൾ എത്രയും 2 ഭാഗം വെട്ടിയെടുക്കാം. 3ാമത്തെ വശത്ത് വെട്ടിയരുത്. അങ്ങനെ നിറച്ചത് ചെറിയ ചെറിയ കട്ടുകളായിട്ട് വെട്ടിയെടുക്കാം. ഇനി ഞാൻ തന്നെ ടെക്സ്റ്റൈൽ പെയിൻറ്റോട് കളർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ടെക്സ്റ്റൈൽ പെയിൻറ്റോട് കളർ ചെയ്തിട്ട് ഞാൻ വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇത് എന്താ പ്രശ്നം, ഇതാകുമ്പോൾ കളർ ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ പെയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെ മടക്കി വരുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഇതില്ലാത്ത വശത്താണ് കേട്ടോ, വരയ്ക്കാത്ത വശത്താണ് നമ്മളിങ്ങനെ മടക്കുന്നത്. മടക്കി കഴിയുമ്പോൾ ഇവിടെ നിർത്തുമ്പോൾ ഒട്ടിയിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ബ്രഷ് പെൻ തന്നെയാണ്, അത് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരച്ചതൊക്കെ പോകും. നമുക്ക് ഇതുപോലെ നിർത്തിയെടുക്കാണ്ടോ. ഇങ്ങനെ നല്ലപോലെ തുറന്ന് ടെക്സ്റ്റൈലാണ് ഇതുപോലെ ടെക്സ്റ്റൈൽ പെന്നെ ഒട്ടിപ്പിടിക്കും. ഇത് ബ്രഷ് പെന്നാണ് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് നല്ലപോലെ നിർത്തി ഇവിടെ ഇതായിട്ട് ഇങ്ങോട്ട് മടക്കി വെച്ച് ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. മടക്കിയിട്ട് ഇതിൽ 2ലും ഗം ഒട്ടിച്ച് ഇതുപോലെ ഒട്ടിക്കാം. വേണ്ടോ, ഇതാണ് ടെക്സ്റ്റൈൽ പെയിനോട് ഒട്ടിച്ചത്. നമ്മൾ മറിക്കുമ്പോൾ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. ബുദ്ധിമുട്ടാണ്, നല്ലോണം ഇങ്ങനെ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഗം വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണേ. ഇനി നമുക്ക് ഹോൾഡ് ചെയ്യാത്ത വശത്ത് ഗം തേക്കണം. ഗം തേച്ചിട്ട് നമുക്ക് ഇതിലോട്ട് പിടിച്ചെടുക്കാം. നോക്കുക കേട്ടോ. ഇത് 2 കുട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റം വരെ ഒട്ടിച്ചെടുക്കണം. ഗം തേച്ചതുപോലെ ഒട്ടിയെടുക്കാം. ഇനി ടെക്സ്റ്റൈൽ പെയിൻ്റ് കൊണ്ട്